കാത്തലിക് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ക്രിസ്തുവിന്റെ യഥാർത്ഥ സാക്ഷികളെന്ന നിലയിൽ വാക്കിലൂടെ പ്രവൃത്തികളിലൂടെ വിശ്വാസം പ്രചരിപ്പിക്കാൻ നാം ബാധ്യസ്ഥർ. മാർപ്പാപ്പ. മാർപ്പാപ്പയുടെ ആഫ്രിക്കൻ യാത്ര ലോഗോയും ആപ്തവാക്യവും പുറത്തിറക്കി. മിസൈൽ ആക്രമണത്തിൽ ജെറുസലേമിലെ തിരുക്കല്ലറ ദേവാലയത്തിന് നാശനഷ്ടം. പാകിസ്ഥാനിലെ ക്രൈസ്തവർക്ക് കുടിയേർക്ക് ഭീഷണി. ഈസ്റ്റർ ദിവസങ്ങളിൽ ഹോങ്കോങ്ങിൽ 2500 പേർ മാമോദീസ സ്വീകരിക്കും. വാർത്തകൾ വിശദമായി. ക്രിസ്തുവിന്റെ യഥാർത്ഥ സാക്ഷികളെന്ന നിലയിൽ വാക്കിലൂടെയും പ്രവൃത്തികളിലൂടെയും വിശ്വാസം പ്രചരിപ്പിക്കാൻ നാം ബാധ്യസ്ഥർ. മാർപ്പാപ്പ. കർത്താവായ യേശു പുതിയതും നിത്യവുമായ ഉടമ്പടിയിലൂടെ തന്റെ ശിഷ്യന്മാരെ രാജകീയ പൗരോഹിത്യത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പൗരോഹിത്യ രാജ്യം സ്ഥാപിച്ചുവെന്നാണ് കൗൺസിൽ പിതാക്കന്മാർ പഠിപ്പിക്കുന്നത്. രാജകീയ പൗരോഹിത്യത്തിന്റെ പ്രവർത്തനം പലതരത്തിൽ നടക്കുന്നു. എന്നാൽ എല്ലാം ലക്ഷ്യം വെക്കുന്നത് പ്രഥമമായി വിശുദ്ധ കുർബാനയിൽ പങ്കാളികളാകുക എന്നതിലൂടെയാണ്. നമ്മുടെ വിശുദ്ധീകരണമാണ് അവിടെ ലക്ഷ്യം വെക്കുന്നത്. പ്രാർത്ഥന, സന്യാസം, സജീവമായ ദാനധർമ്മം എന്നിവയിലൂടെ ദൈവകൃപയാൽ നവമാക്കപ്പെടുന്ന ജീവിതത്തിന് നാം സാക്ഷ്യം വഹിക്കുന്നു, പാപ്പ പറഞ്ഞു. പൊതു കൂടിക്കാഴ്ച വേളയിൽ സന്ദേശം നൽകുകയായിരുന്നു പാപ്പ. മാർപ്പാപ്പയുടെ ആഫ്രിക്കൻ യാത്ര ലോഗോയും ആപ്തവാക്യവും പുറത്തിറക്കി. ലിയോ 14 പാപ്പ നടത്തുന്ന ആഫ്രിക്കൻ യാത്രയുടെ ലോഗോയും ആപ്തവാക്യവും വത്തിക്കാൻ പുറത്തിറക്കി. അൾജീരിയ, കാമറൂൺ, അങ്കോള, ഇക്വറ്റോറിയൽ ഗിനിയ എന്നിവയാണ് പാപ്പ സന്ദർശിക്കുന്ന ആഫ്രിക്കൻ രാജ്യങ്ങൾ. ഏപ്രിൽ 13 മുതൽ 23 വരെയാണ് പര്യടനം. നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ എന്നതാണ് അൾജീരിയ സന്ദർശനത്തിന്റെ ആപ്തവാക്യം. സമാധാനത്തിന്റെയും കൂട്ടായ്മയുടെയും പ്രതീകമായ ഒരേ പാത്രത്തിൽ നിന്ന് ഓടിക്കുന്ന 2 പ്രാവുകളും അൾജീരിയയുടെ ഭൂപടത്തോടൊപ്പം കുരിശും ചിത്രീകരിക്കുന്നതാണ് അൾജീരിയയുടെ ലോഗോ. എല്ലാവരും ഒന്നായിരിക്കട്ടെ എന്നതാണ് കാമറൂണിന്റെ ആപ്തവാക്യം. രാജ്യത്തിന്റെ ഭൂപടവും ദേശീയ പതാകയുടെ പച്ച, ചുവപ്പ്, മഞ്ഞ നിറങ്ങളും ജീവിതത്തിന്റെ അടിസ്ഥാനം ബൈബിൾ ആണെന്ന് വ്യക്തമാക്കാൻ തുറന്നുവെച്ച ബൈബിളുമാണ് കാമറൂണിന്റെ ലോഗോ. അങ്കോളയിലെ രക്തച്ചൊരിച്ചിലിനെ ഓർമ്മിപ്പിക്കുന്നതാണ് ചുവപ്പ് നിറത്തിലുള്ള ലോഗോ. പ്രതീക്ഷയുടെയും അനുരഞ്ജനത്തിന്റെയും സമാധാനത്തിന്റെയും തീർത്ഥാടകനായ ലിയോ 14 പാപ്പ എന്നതാണ് ആപ്തവാക്യം. ക്രിസ്തു ഇക്വറ്റോറിയൽ ഗിനിയുടെ വെളിച്ചം, പ്രത്യാശയുടെ ഭാവിയിലേക്ക് എന്നതാണ് ഇക്വറ്റോറിയൽ ഗിനിയുടെ ആപ്തവാക്യം. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവും സ്വർണ്ണക്കുരിശും രാജ്യഭൂപടവും പതാകയും ചേർന്നതാണ് ലോഗോ. മിസൈൽ ആക്രമണത്തിൽ ജെറുസലേമിലെ തിരുക്കല്ലറ ദേവാലയത്തിന് കേടുപാട്. ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ ഈശോയെ അടക്കം ചെയ്ത കല്ലറ സ്ഥിതി ചെയ്യുന്ന ജെറുസലേം ഹോളി സ്പെൽക്കർ ദേവാലയത്തിന് കേടുപാട്. മിസൈലിന്റെ ഭാഗങ്ങളാണ് ഹോളി സ്പെൽക്കർ ദേവാലയത്തിൽ പതിച്ചത്. വ്യാപകമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടില്ലെങ്കിലും ഇറാന്റെ ഈ നടപടി വ്യാപകമായ നടുക്കവും രോഷവും ഉണർത്താൻ കാരണമായി മാറിയിട്ടുണ്ട്. ജെറുസലേമിലെ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിശുദ്ധമായ സ്ഥലമാണ് ഹോളി സ്പെൽക്കർ ദേവാലയം. പാകിസ്ഥാനിലെ ക്രൈസ്തവർക്ക് കുടിയേർക്ക് ഭീഷണി. ക്രൈസ്തവ പീഡനങ്ങളുടെ പേരിൽ കുപ്രസിദ്ധി ആർജിച്ച പാകിസ്ഥാനിൽ നിന്ന് വീണ്ടും ഒരു ക്രൈസ്തവ വിരുദ്ധ വാർത്ത. പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ താമസിക്കുന്ന ക്രൈസ്തവർ ഇപ്പോൾ കുടിയേർക്ക് ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്നു. പതിറ്റാണ്ടുകളായി റിംഷ കോളനിയിൽ താമസിക്കുന്ന ക്രൈസ്തവരെയാണ് പുറത്താക്കാൻ ശ്രമം നടക്കുന്നത്. നഗരവികസനത്തിന്റെ പേരിലാണ് കുടിയിറക്ക്. പ്രായപൂർത്തിയാകാത്ത ക്രൈസ്തവ പെൺകുട്ടികളെ പോലും തട്ടിക്കൊണ്ടുപോയി നിർബന്ധിത മതപരിവർത്തനം നടത്തി വിവാഹം കഴിക്കുന്നതുപോലെയുള്ള നടപടികൾ പാകിസ്ഥാനിൽ സർവ്വസാധാരണമാണ്. അതിനു പുറമെയാണ് ഇപ്പോൾ ഒരു പ്രദേശത്തെ ക്രൈസ്തവർ കുടിയിറക്ക് ഭീഷണിയും നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഈസ്റ്റർ ദിവസങ്ങളിൽ ഹോങ്കോങ്ങിൽ 2500 പേർ മാമോദീസ സ്വീകരിക്കും. ഹോങ്കോങ്ങിലെ ഏക കത്തോലിക്ക രൂപതയിൽ ഈസ്റ്ററിനോട് അനുബന്ധിച്ച് 2500 പേർ മാമോദീസ സ്വീകരിക്കും. 1600 മുതിർന്നവരും 900 കുഞ്ഞുങ്ങളുമാണ് പുതിയതായി വിശ്വാസത്തിലേക്ക് കടന്നുവരുന്നത്. ചൈനയുടെ പ്രത്യേക ഭരണ മേഖലയായ ഹോങ്കോങ്ങിൽ ക്രിസ്തു വിശ്വാസം പ്രബലപ്പെട്ടു വരികയാണ് എന്നതിന്റെ സൂചനയാണിത്. കത്തോലിക്ക അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ചൊവ്വാഴ്ച പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.